നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് റെഡ് സല്യൂട്ടോടെ വിട നൽകി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട് സേവ്യർ ചിറ്റലപ്പിള്ളയുടെ സബ്മിഷൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാടനാളിൽ കണ്ണനു മുന്നിൽ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തി. കുന്നംകുളം പോർക്കുളത്ത് 9 കിലോ കഞ്ചാവുമായി 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പുസ്തകങ്ങൾ നൽകുന്നത് ചെറിയ അറിവല്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. വാർത്തകൾ വിശദമായി. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് റെഡ് സല്യൂട്ടോടെ വിട നൽകി. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് റെഡ് സല്യൂട്ടോടെ വിട നൽകി. ഡൽഹിയിലെ AKG സെന്ററിൽ എത്തിച്ച മൃതദേഹം പ്രകാശ് കാരാട്ട്, പിണറായി വിജയൻ, MV ഗോവിന്ദൻ, MA ബേബി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. പ്രകാശ് കാരാട്ട് ചെങ്കൊടി പുതപ്പിച്ച് അഭിവാദ്യം നൽകി. ഉച്ചതിരിഞ്ഞ് 3 മണിവരെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നിരവധി നേതാക്കളും സഹപ്രവർത്തകരും നാട്ടുകാരും മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തിന്റെ ചേതനയറ്റ ശരീരത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. ഭാര്യ സീമസ്തി, വൃന്ദ കാരാട്ട്, ബിജു കൃഷ്ണൻ തുടങ്ങിയവർ വിലാപയാത്രയെ അനുഗമിച്ചു. യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം എയിംസിലെ മെഡിക്കൽ ഗവേഷകർക്ക് വിട്ടുനൽകി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട സേവ്യർ ചിറ്റലപ്പിള്ളയുടെ സബ്മിഷൻ. ഫൈറ്റിംഗ് സിസ്റ്റവും ഫർണിഷിങ്ങും ഉപകരണങ്ങളും സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കണം. മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ലക്ഷ്യ ബ്ലോക്ക് നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും പൂർത്തിയായിട്ടില്ല. ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഐസൊലേഷൻ വാർഡ് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കണം. ഓക്സിജൻ പ്ലാന്റ് രോഗികളുടെ കിടക്കകളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയും വിധം പൂർണ്ണമായി സജ്ജമാക്കണം. ഇക്കാലത്ത് തന്നെ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഷിഫ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം. DAIC, ഐസൊലേഷൻ വാർഡ് എന്നിവയുമായി ബന്ധപ്പെടുത്തുന്ന ആശുപത്രിക്കകത്തെ പാസേജ് യാഥാർത്ഥ്യമാക്കണം. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനവും സമഗ്ര വികസനവും സാധ്യമാക്കണമെന്നാണ് ഈ സബ്മിഷൻ വഴി ആവശ്യം. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവികസന മന്ത്രി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാടനാളിൽ കണ്ണനു മുന്നിൽ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. മേൽശാന്തിയാണ് ആദ്യം കാഴ്ചക്കുല ഭഗവാന് സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ കാഴ്ചക്കുലകൾ സമർപ്പിക്കാൻ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു പങ്ക് ആനകൾക്ക് നൽകി. രാവിലെ 6 മണി മുതൽ കാഴ്ചക്കുലകളുമായി ഭക്തർ ക്യൂ നിൽക്കുകയായിരുന്നു. 1000-നും മീതെ കാഴ്ചക്കുലകളാണ് സമർപ്പിക്കാനായി ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് എത്തിയത്. സ്വർണ്ണ കൊടിമരത്തിന്റെ ചുവട്ടിൽ മേൽശാന്തിയാണ് ആദ്യം കാഴ്ചക്കുല സമർപ്പിച്ചത്. പിന്നീട് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. അതിനുശേഷം ഭക്തർക്ക് കാഴ്ചക്കുലകൾ സമർപ്പിക്കാനുള്ള അവസരം നൽകി. പണ്ടുകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പിച്ചിരുന്നത് കാർഷിക സമൃദ്ധിയുടെ ഭാഗമായിട്ടായിരുന്നു. കൃഷിയിടത്തു നിന്നും ഒരു കുല കാഴ്ചയായി ഗുരുവായൂരപ്പന് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു ഐതിഹ്യം. പിന്നീട് കാഴ്ചക്കുല സമർപ്പണം ഭക്തർ ഏറ്റെടുത്തു. മുടങ്ങാതെ എല്ലാ വർഷവും ഉത്രാട പുലരിയിൽ കാഴ്ചക്കുലകളുമായി ഭക്തർ ഗുരുവായൂർ അമ്പലനടയിൽ എത്താൻ തുടങ്ങി. കാഴ്ചക്കുല സമർപ്പണത്തിനു ശേഷം ആനയൂട്ട് നടന്നു. ദേവസ്വത്തിന്റെ ആനകൾക്ക് നേന്ത്രക്കുലകൾ നൽകി. ബാക്കിയുള്ള കുലകൾ തിരുവോണ സദ്യയിൽ പഴംപ്രഥമന് വേണ്ടി ഉപയോഗിക്കും. ഇതിനുശേഷമുള്ള കുലകൾ ലേലം ചെയ്യും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ കാഴ്ചക്കുലകളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. നേന്ത്രക്കുലകളിൽ തലയെടുപ്പുള്ള ചങ്ങാലിക്കോടനായിരുന്നു കൂടുതൽ പേരും സമർപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തി. അന്തരിച്ച CPM നേതാവ് യെച്ചൂരിയെ കാണാനായി പോകുന്നതിനിടെയാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തി. ഡൽഹി കേരള ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. 15 മിനിറ്റോളം ഇരുവരും സംസാരിച്ചു. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും താമസിക്കാനുള്ള കൊച്ചിൻ ഹൗസ് കെട്ടിടത്തിലേക്ക് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന ജയരാജൻ എത്തുകയായിരുന്നു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പാർട്ടി നേതാക്കളുമായി അകൽച്ചയിലാണ് ജയരാജൻ. അതിനിടെയാണ് കൂടിക്കാഴ്ച എന്നതാണ് ശ്രദ്ധേയം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും EP ജയരാജനും ഇന്നലെ ഡൽഹിയിലെത്തിയത്. മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറയാനാകില്ല. മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. രാഷ്ട്രീയമെല്ലാം അതിൻ്റെ വേദിയിൽ ചർച്ച ചെയ്യും. യെച്ചൂരിയെ പറ്റി ചോദിക്കൂ, അതു പറയാം.
തെറ്റായുള്ള വ്യാഖ്യാനം വേണ്ട. നശീകരണ വാസനകളില്ലാതെ നിർമ്മാണ താൽപ്പര്യത്തോടെ പ്രവർത്തിക്കണം. ഞാൻ മുഖ്യമന്ത്രിയെ കാണാറും സംസാരിക്കാറുമുണ്ട്. തിരുവനന്തപുരത്തുള്ളപ്പോൾ സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ്. ഞങ്ങളെല്ലാം സ്നേഹവും ബഹുമാനം ഉള്ളവരാണെന്ന് ജയരാജൻ പറഞ്ഞു. ഒരു ഇടവേള. ഓണം പ്രമാണിച്ച് ഓട്ടുപാറ മാണീസിൽ വിലക്കുറവിന്റെ വമ്പൻ ഓഫറുകൾ. നറുക്കെടുപ്പിലൂടെ കൈനിറിയ സമ്മാനങ്ങൾ നേടാൻ മറ്റൊന്നുമില്ലാത്ത ഓഫറുകളുമായി ഓട്ടുപാറയിലെ മാണീസ്. ഓണം കെങ്കേമമാക്കാൻ മാണീസിനോടൊപ്പം ആഘോഷിക്കൂ. ഈ ഓണം മാണീസിനോടൊപ്പം. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 9072 303443 8078417443. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം പോർക്കുളത്ത് 9 കിലോ കഞ്ചാവുമായി 4 പേരെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം പോർക്കുളത്ത് 9 കിലോ കഞ്ചാവുമായി 4 പേരെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പോർക്കുളം പുസ്തകങ്ങൾ നൽകുന്നത് ചെറിയ അറിവല്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. പുസ്തകപ്പുരയുടെ 2ാം വാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തകങ്ങൾ നൽകുന്നത് ചെറിയ അറിവല്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. പുസ്തകപ്പുരയുടെ 2ാം വാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തകം നൽകുന്നത് ചെറിയ അറിവല്ല അല്ലെ. ഒരു മനുഷ്യനൊരു അപരിഷ്കൃത സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് നാം ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് മുന്നേറുന്നത്? ആ പരിഷ്കൃത സമൂഹത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് ആളുകൾ അറിവ് തേടിയുള്ള യാത്ര. അറിവ് തേടിയുള്ള യാത്ര അത് ഏറ്റവും പ്രധാനമായും പുസ്തകങ്ങളിലൂടെ തന്നെയാണ്. പഴയകാലത്തെ പുസ്തകങ്ങൾ, പുതിയ കാലത്തെ പുസ്തകങ്ങൾ, ഇതെല്ലാം ഇന്നും നമ്മൾ അറിവ് നേടിയിട്ടുള്ള യാത്ര തന്നെയാണ്. അത് മറ്റേത് മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതലാണ്. നമ്മളൊരു വിഷ്വൽ കാണുക എന്ന് പറയുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു വിഷ്വല് നമ്മുടെ മനസ്സിൽ നിന്ന് പലപ്പോഴും മറഞ്ഞു പോകും. പക്ഷെ നമ്മൾ മനസ്സിരുത്തി വായന നടത്തുമ്പോൾ ആ വായിച്ച ഓരോ പദങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. വായനാശീലമുള്ള കുട്ടികൾക്ക് വീട്ടിൽ കൊച്ചു വായനശാല തുടങ്ങുന്നതിന് സൗജന്യമായി 50 പുസ്തകം നൽകുന്ന പുസ്തകപ്പുരയുടെ വാർഷിക സമ്മേളനത്തിൽ പുസ്തകപ്പുരയുടെ ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. അതുപോലെ നമ്മുടെ ഈ പുസ്തകപ്പുരയിൽ നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ചില ആളുകൾക്ക് ഇപ്പോൾ സിഗ്മ ഷൈൻ നമ്മുടെ പുസ്തകപ്പുരയുടെ ഒരു അംഗമാണ്. ദീർഘകാലം നമ്മുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് സിഗ്മ ഷൈൻ. പിന്നെ ഫോട്ടോയിൽ ഭാരതീയ വിദ്യാഭവനിലെ ചിത്രകല ടീച്ചറാണ്. അപ്പോൾ സഹോദയ സ്കൂളുകളുടെ ഒരു മത്സരപ്പെടുത്തി നടത്തിയിരുന്നു. അവരുടെ കലോത്സവം ചിത്രത്തിലെ IAS നടക്കുമ്പോൾ അപ്പോൾ അതിൽ 93 സ്കൂളുകൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവമാണ്. ആ കലോത്സവത്തിൽ അതിൽ ലോഗോ 93 സ്കൂളിൽ നിന്നും പിന്നെ മത്സരത്തിന് നല്ല 93 സ്കൂളിൽ നിന്നും മത്സരത്തിന് വന്ന ലോഗോയിൽ നിന്ന് ഏറ്റവും നല്ല ലോഗോ തെരഞ്ഞെടുത്ത് സിഗ്മയുടേതാണ്. സർവോദയയ്ക്ക് കീഴിലെ 94 സ്കൂളുകൾ പങ്കെടുത്ത കലോത്സവ ലോഗോ മത്സരത്തിൽ വിജയിച്ച ഭാരതീയ വിദ്യാഭവൻ ചിത്രകലാ അധ്യാപികയും പുസ്തകപുര എക്സിക്യൂട്ടീവ് അംഗവുമായ സിഗ്മ ഷൈനെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ KS രജിതൻ, ഡോക്ടർ സ്വപ്ന C കൊമ്പാത്ത, അഡ്വക്കേറ്റ് CA അനൂപ്, ഡോക്ടർ ബീന KR എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുത്ത 38 കുട്ടികൾക്ക് പുസ്തകം വിതരണം ചെയ്തു. ഉത്തര നിഖിൽ രചിച്ച പുസ്തകങ്ങൾ പുസ്തകപ്പുരയ്ക്ക് കൈമാറി. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം സ്കൂളിൽ റീലുകളുണ്ടാക്കി പാട്ടും കളിയുമായി ഓണാഘോഷങ്ങൾ പങ്കിട്ടു. മുണ്ടന്തിക്കോട് NSS വെങ്കിട്ടറാം സ്കൂളിൽ റീലുകളുണ്ടാക്കി പാട്ടും കളിയുമായി ഓണാഘോഷങ്ങൾ പങ്കിട്ടു. കുട്ടികൾ ഒരുമിച്ചൊരുങ്ങിയ സൗഹൃദ പൂക്കളം നയന മനോഹരമായിരുന്നു. കുട്ടികളും അധ്യാപകരും ചേർന്ന് കൈകൊട്ടി കളി അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ GP ശ്രേയസ്, പ്രധാനാധ്യാപിക K ഗിരിജ, ഡോക്ടർ K രോഹിണി, രശ്മി G നായർ, കൃഷ്ണപ്രിയ, M സുധീഷ് ബാബു, മീര ഗോപാൽ, അനു V അച്യുതൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുണ്ടത്തിക്കോട് പാതിരാക്കോട്ടുകാവ് ദേശീയവിളക്കിന്റെ കുറിക്കൽ ചടങ്ങ് നടന്നു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ദേശീയവിളക്കിന്റെ കുറിക്കൽ ചടങ്ങ് നടന്നു. പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ വിളക്ക് യോഗക്കാരായ പുറനാട്ടുകാര ബ്രദേഴ്സ് ശാസ്താംപാട്ട് സംഘത്തിലെ കണ്ണൻ, ക്ഷേത്രം കോമരം മാരാത്ത് വാസുദേവന് കുറിപ്പ് നൽകിക്കൊണ്ട് വിളക്ക് കുറിക്കൽ നടന്നു. നവംബർ 24-നാണ് ദേശീയവിളക്ക്.
കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. യോഗത്തിൽ പ്രസിഡന്റ് വി മോഹനകൃഷ്ണൻ, സെക്രട്ടറി ജയൻ മാരാത്ത്, ട്രഷറർ ജിഷ്ണു പന്തക്കൽ, പാതിരിക്കോട്ടുകാവ് സമിതി സെക്രട്ടറി രാജു മാരാത്ത് എന്നിവർ സന്നിഹിതരായി. ഒരു ഇടവേള കൂടി. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കടയിൽ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ. ഓൺലൈൻ വിലയേക്കാൾ വിലക്കുറവിൽ വീട്ടുപകരണങ്ങൾ, എക്സ്ചേഞ്ച് ഓഫറുകൾ, ഡിസ്കൗണ്ട് സെയിൽ. ജനതയുള്ളപ്പോൾ ഇനി എന്തിന് മറ്റൊരിടം തേടി പോകണം? ഓണത്തിനൊരുങ്ങാൻ ജനതയൊരുക്കുന്ന സുവർണാവസരം. മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റൗ, കുക്കർ, 3 പീസ് നോൺ സ്റ്റിക് കുക്ക്വെയർ, കെറ്റിൽ, മോപ്പ്, അയൺ ബോക്സ് എന്നിവയടങ്ങുന്ന പാക്കേജ് ഓണം പ്രമാണിച്ച് 8,899 രൂപയ്ക്ക് ലഭിക്കുന്നു. ജനതയിൽ ഇപ്പോൾ വിലക്കുറവിന്റെ ആഘോഷം. ജനത ഫ്രാൻസിസ് ടവർ, ഓട്ടുപാറ. ഫോൺ 9526267779. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ശാന്തിമഠത്തിന്റെ ഉദ്ഘാടനം തന്ത്രി അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ശാന്തിമഠത്തിന്റെ ഉദ്ഘാടനം തന്ത്രി അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് വിദ്യാസാഗർ, കെ രാജേന്ദ്രൻ, വി ആർ ശ്രീകാന്ത്, അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ്, വിജയലക്ഷ്മി എന്നിവർ സന്നിഹിതരായിരുന്നു. കുമ്മാട്ടിപ്പാട്ടോടെ കുമ്മാട്ടിപ്പുല്ല് പറിച്ചു നൽകി. ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് നെട്ടിശ്ശേരി വൃന്ദാവൻ. നെട്ടിശ്ശേരി വൃന്ദാവൻ ദേശക്കുമ്മാട്ടിക്ക് അവിഭാജ്യ ഘടകമായ കുമ്മാട്ടിപ്പുല്ല് വൃന്ദാവൻ നെട്ടിശ്ശേരി വെച്ച് പിടിപ്പിക്കുകയും ഉത്രാടം നാളിൽ അവ പറിച്ചെടുക്കുകയും ചെയ്തു. റിട്ടയർഡ് സുബേദാർ മേജർ കെ ഉണ്ണികൃഷ്ണൻ കുറുപ്പത്ത് പുല്ല് പറിച്ചെടുത്ത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മോഹനന് നൽകി. വൃന്ദാവൻ പ്രസിഡന്റ് വൈശാഖ് അധ്യക്ഷത വഹിച്ചു. സ്വർണ്ണവില വീണ്ടും ഉയർന്നു. റെക്കോർഡ് നിരക്കിൽ ഇന്ന് 1 പവൻ സ്വർണത്തിന് 54,920 രൂപയാണ് കൊടുക്കേണ്ടത്. 1 ഗ്രാം സ്വർണത്തിന് 6,865 രൂപയും കൊടുക്കണം. ഇന്നലെ കേരളത്തിൽ 1 പവൻ സ്വർണത്തിന് 54,600 രൂപയും ഗ്രാമിന് 6,825 രൂപയും ആയിരുന്നു വില. അതായത് 1 പവന് 320 രൂപയും ഗ്രാമിന് 40 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് റെഡ് സല്യൂട്ടോടെ വിട നൽകി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട് സേവ്യർ ചിറ്റലപ്പിള്ളയുടെ സബ്മിഷൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാടനാളിൽ കണ്ണന് മുന്നിൽ കാഴ്ചകുലകൾ സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തി. കുന്നംകുളം പോർക്കുളത്ത് 9 കിലോ കഞ്ചാവുമായി 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പുസ്തകങ്ങൾ നൽകുന്നത് ചെറിയ അറിവല്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.